I hope you are all doing well. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഇത് സൈലത്തിൻ്റെ ഫസ്റ്റ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയേണ്ടതെന്ന് തന്നെ അറിയുന്നില്ല. കാരണം ഇനി നമ്മൾ ഭാവിയിൽ നമ്മൾ കാണും, സംസാരിക്കും, അതും ഇംഗ്ലീഷിൽ. അപ്പോൾ ഇത് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഞാൻ കരുതി നമുക്ക് ആദ്യം ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് തുടങ്ങാമെന്ന്. അതിനു മുമ്പ് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. My name is Kartika Manoj and I will be your spoken English teacher. പേര് മറക്കണ്ട, കാർത്തിക മനോജ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് ഏത് ലാംഗ്വേജ് എടുത്താലും ഒരു കാര്യമുണ്ട്. അതെന്താ? സെൻറ്റൻസസ്. അതിപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും ഹിന്ദി, തമിഴ്, തെലുങ്ക്, കൊറിയ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ബേസിക് ആയിട്ടുള്ളത് സെൻറ്റൻസസ് ആണ്. സെൻറ്റൻസസ് ഇല്ലാതെ വല്ലതും നടക്കുമോ? ആംഗ്യ ഭാഷ നടക്കും, അതല്ലാതെ വല്ലതും നടക്കുമോ? ഇല്ല, നടക്കില്ല. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇംഗ്ലീഷിലെ സെൻറ്റൻസസിനെ കുറിച്ച് പഠിക്കാം. എത്ര ടൈപ്പ് സെൻറ്റൻസസ് ഉണ്ട്, ഇനി അതിൽ തന്നെ വേറെ എത്ര കാറ്റഗറീസ് ഉണ്ട്, ഇതെല്ലാം എങ്ങനെ കറക്റ്റായിട്ട് ഉപയോഗിക്കണം, അതിനൊരു സെൻറ്റൻസ് സ്ട്രക്ചറൊക്കെ ഉണ്ട്. പേടിക്കേണ്ട, ഇതൊക്കെ ഭയങ്കര ഈസിയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് നോക്കിയാലോ? ലെറ്റ് സ്റ്റാർട്ട്. ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്. ഓക്കെ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓക്കെ, വാട്ട് ഈസ് എ സെൻറ്റൻസ്? എന്താണ് ഒരു സെൻറ്റൻസ്? വെറുതെ 4 വാക്ക് കൂട്ടിയിട്ട് അതൊരു സെൻറ്റൻസ് ആവോ? ഇല്ല, ആവില്ല. കാരണം എ സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് മേക്സ് എ കംപ്ലീറ്റ് സെൻസ്. ഒരു കംപ്ലീറ്റ് സെൻസ് വേണം. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ സേ ഹിസ് ഫുട്ബോൾ, അവൻ്റെ ഫുട്ബോൾ, അതൊരു കംപ്ലീറ്റ് സെൻസ് ആണോ? അവൻ്റെ ഫുട്ബോൾ, ഓക്കെ, ഇനി എന്താ? ഒരു ചെറിയ കൺഫ്യൂഷൻ വരും. അപ്പോൾ ഹി പ്ലേസ് വിത്ത് ഹിസ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഓക്കെ, അതൊരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആണ്. അതായത് അതൊരു കംപ്ലീറ്റ് മീനിങ് നമുക്ക് തരുന്നുണ്ട്. ഇപ്പോൾ ഒരു സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ അതിനൊരു കംപ്ലീറ്റ് മീനിങ് വേണം. നേരെ മറിച്ച് ഹി പ്ലേസ്, അവൻ കളിക്കുന്നു. ഹി സിങ്സ്, അവൻ പാടുന്നു. ഇതെല്ലാം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആരാണ് എന്താണ് ചെയ്യുന്നതെന്നല്ല. അപ്പം അതൊക്കെ കംപ്ലീറ്റ് മീനിങ് തരുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. അതിപ്പോൾ 2 വേർഡായാലും 10 വേർഡായാലും കംപ്ലീറ്റ് മീനിങ് തന്നാൽ മതി. അതാണ് സെൻറ്റൻസസ്. ഇനി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് എൻഡ്സ് വിത്ത് എ പങ്ക്ച്വേഷൻ മാർക്ക്. എനി പങ്ക്ച്വേഷൻ മാർക്ക്, ഇപ്പോൾ ക്വസ്റ്റ്യൻ മാർക്കോ എക്സ്ക്ലമേറ്ററി മാർക്കോ ഫുൾ സ്റ്റോപ്പോ അങ്ങനെ എന്ത് പങ്ക്ച്വേഷൻ മാർക്ക് വേണമെങ്കിലും ആകാം. പങ്ക്ച്വേഷൻ മാർക്കിൽ എൻഡ് ചെയ്യണം. ഇപ്പോൾ കുറച്ച് പിള്ളേരുണ്ട്, എഴുതുന്ന സ്പീഡിൽ അങ്ങ് എഴുതി പോവും, ലാസ്റ്റ് കുത്തിടാൻ മറക്കും. പോയില്ലേ? കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. അപ്പോൾ പങ്ക്ച്വേഷനും മറക്കരുത്. നമുക്ക് 2 എക്സാമ്പിൾ നോക്കാം. ദ ക്യാറ്റ് ഈസ് സ്ലീപ്പിംഗ്. ദേ ഇവിടെ ഇരിപ്പുണ്ട് മച്ചാൻ. പുള്ളിയുടെ പേര് ലഡ്ഡു. എൻ്റെ വീട്ടിലെ പൂച്ചയുടെ പേരാണ് ലഡ്ഡു. സോ ദ ക്യാറ്റ് ഈസ് സ്ലീപ്പിംഗ്. സോ if you see here, it started with the capital letter T. ദ എഴുതിയിരിക്കുന്നത് T ക്യാപിറ്റൽ ലെറ്റർ ആണ്. അത് കഴിഞ്ഞ് ഒരു ഫുൾ സ്റ്റോപ്പിലാണ് ഇത് എൻഡ് ചെയ്യുന്നത്. കണ്ടോ, ഒരു ഫുൾ സ്റ്റോപ്പിലാണ് അത് എൻഡ് ചെയ്യുന്നത്. അടുത്ത സെൻറ്റൻസ് നോക്കിയേ. ഈസ് ദ ക്യാറ്റ് സ്ലീപ്പിംഗ്? ക്യാറ്റ് ഉറങ്ങാണോ? അതെ, ഉറങ്ങാണ്. ഇവിടെയും ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് എൻഡ്സ് വിത്ത് ദി ക്വസ്റ്റ്യൻ മാർക്ക്. ദാറ്റ് ഈസ് ഓൾസോ എ പങ്ക്ച്വേഷൻ മാർക്ക്. അപ്പോൾ ഒരു സെൻറ്റൻസ് പറയുമ്പോൾ നമ്മൾ ടോണിൽ പിടിച്ചാൽ മതി. ഇപ്പോൾ ദ ക്യാറ്റ് ഈസ് സ്ലീപ്പിംഗ്, ഈസ് ദ ക്യാറ്റ് സ്ലീപ്പിംഗ്. ഇപ്പോൾ നമ്മൾ ചോദ്യം ചോദിക്കുന്നതിനനുസരിച്ചും ഉത്തരം പറയുന്നതിനനുസരിച്ചും ഒക്കെ ഒരു ടോൺ മാറ്റി പിടിച്ചാൽ മതി. പക്ഷെ എഴുതുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവാൻ ഈ 2 റൂള് എന്തായാലും ഫോളോ ചെയ്യണം. സ്റ്റാർട്ട്സ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ, എൻഡ്സ് വിത്ത് എ പങ്ക്ച്വേഷൻ മാർക്ക്. കിട്ടിയല്ലോ? ഇനി നമുക്ക് 4 ടൈപ്പ് സെൻറ്റൻസസ് ആണുള്ളത്. അവരേതൊക്കെയാണെന്ന് നോക്കാം. Starting with the very basic and most important one, declarative. നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഡിക്ലറേറ്റീവ് സെൻറ്റൻസസ് ആണ് നമ്മുടെ ഡെയിലി ലൈഫിൽ. ദ സെക്കൻഡ് വൺ ഈസ് ഇൻറ്ററോഗേറ്റീവ്. പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട, ഐ വിൽ എക്സ്പ്ലെയിൻ. ദ തേർഡ് വൺ ഈസ് ഇംപെറേറ്റീവ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് എക്സ്ക്ലമേറ്ററി. ഇനി ഇവർ ആരൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. Starting with the first one, declarative sentences. A declarative sentence makes a statement. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ്
സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതാണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഒരു ഫാക്റ്റ് ആകാം അല്ലെങ്കിൽ ഒപ്പീനിയൻ ആകാം. അപ്പോൾ എന്താണ് ഫാക്റ്റ്, എന്താണ് ഒപ്പീനിയൻ? നിങ്ങൾ ഈ ഡയലോഗ് പറയാറുണ്ടോ? അവൻ ഇന്ന് പറഞ്ഞതല്ല നാളെ പറയാം. അപ്പോൾ അത് അവൻ്റെ എന്താ? ഒപ്പീനിയൻ ആണ്. കാരണം ഒപ്പീനിയൻസ് വിൽ ചേഞ്ച്. ഇന്ന് പറഞ്ഞാൽ എന്നെ നാളെ പറയണമെന്ന് ഒരു നിർബന്ധമില്ല, നിങ്ങളുടെ ഒപ്പീനിയൻ ആണെങ്കിൽ. പക്ഷേ യൂഷ്വലി പറഞ്ഞത് മാറ്റി പറയാതിരിക്കുകയാണ് നല്ലത്. ഓക്കെ, വാട്ട് എവർ, അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യണ്ട. ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ജനറൽ ആയിട്ട്, അത് പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതിന് അതിൻ്റേതായ സയൻറ്റിഫിക് എവിഡൻസസ് ഉണ്ടാകും, അത് മാറില്ല. ഫോർ എക്സാമ്പിൾ, ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. നാളെ സൂര്യന് ബോറടിച്ചിട്ട് പടിഞ്ഞാറ് പോയി ഉദിക്കാൻ പോകുന്നില്ലല്ലോ അല്ലേ? അപ്പോൾ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്താണ്? ഒരു ഫാക്റ്റാണ്, അത് പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. നേരെ മറിച്ച് ഇപ്പം ഞാൻ പറയാണ്, എർത്ത് ഈസ് മൈ ഫേവറേറ്റ് പ്ലാനറ്റ്. എർത്ത് ഈസ് മൈ ഫേവറേറ്റ് പ്ലാനറ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗ്രഹം ഭൂമിയാണ്. നാളെ വേണമെങ്കിൽ എനിക്ക് വന്നിട്ട് ഇപ്പോൾ സാറ്റേൺ ഈസ് മൈ ഫേവറേറ്റ് പ്ലാനറ്റ് എന്ന് പറയാം. ആര് ചോദിക്കാൻ? എൻ്റെ ഒപ്പീനിയൻ അല്ലേ? ഇറ്റ്സ് അപ് ടു മീ. കിട്ടിയോ? അപ്പോൾ അതാണ് ഫാക്റ്റും ഒപ്പീനിയനും. ഈ ഫാക്റ്റും ഒപ്പീനിയനും എല്ലാം ഡിക്ലറേറ്റീവ് സെൻറ്റൻസസ് വഴിയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, സീ ദിസ് എക്സാമ്പിൾ. സ്പേസ് ഹാസ് നോ എയർ. അറിയാം അല്ലേ? സ്പേസിൽ എയർ ഇല്ല. അപ്പോൾ അതൊരു ഫാക്റ്റാണ്. സിമിലർലി ദ സോളാർ സിസ്റ്റം ഹാസ് 8 പ്ലാനറ്റ്സ്. മുമ്പ് ഒരാളുണ്ടായിരുന്നു, നമ്മൾ പുറത്താക്കി. ഓക്കെ, അപ്പോൾ ഇതും എന്താണ്? ഒരു ഫാക്റ്റാണ്. അപ്പോൾ വി യൂസ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസസ് ടു എക്സ്പ്രസ് ഓർ ടു ടോക്ക് അബൌട്ട് ദ ഫാക്ട്സ് ഓർ ഒപ്പീനിയൻസ്. It usually shares informations or it usually makes a statement. കിട്ടിയോ? നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ചില എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ തന്നെ സ്വയം ക്രിയേറ്റ് ചെയ്ത് കോമെൻറ്റ് ചെയ്താൽ ഞാൻ വായിക്കാം. പെർഫെക്റ്റ്. എന്നാൽ ഈ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഇഫ് യു സീ ഹിയർ, ദ സ്പേസ് ഹാസ് നോ എയർ, ദ സോളാർ സിസ്റ്റം ഹാസ് 8 പ്ലാനറ്റ്സ്. ഈ 2 സെൻറ്റൻസിലും ഒരു ഹീറോ ഉണ്ട്. അതാരാ അറിയോ? നോ. ഇല്ല. അപ്പോൾ നോ എന്ന് വരുന്ന സെൻറ്റൻസസ് എല്ലാം നെഗറ്റീവ് സെൻറ്റൻസസ് ആയിരിക്കും. ഇല്ല എന്ന് പറയുന്നതൊക്കെ നെഗറ്റീവ് സെൻറ്റൻസസ് ആണ്. അല്ലാത്തത് പോസിറ്റീവ് സെൻറ്റൻസ് ഓർ അഫർമേറ്റീവ് സെൻറ്റൻസസ്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് പോസിറ്റീവ് സെൻറ്റൻസ് സിൻസ് ഐ ആം ബീയിങ് സോ പോസിറ്റീവ്. ദീസ് സെൻറ്റൻസസ് ടെൽസ് us that something is happening or true. എന്തോ ഒരു കാര്യം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതൊരു സത്യമായിട്ടുള്ളൊരു നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് പോസിറ്റീവ് സെൻറ്റൻസസ് ഉപയോഗിക്കാം. ഓൾസോ ദേ ഡു നോട്ട് യൂസ് നോട്ട് ഓർ എനി നെഗറ്റീവ് വേർഡ്. ഒരു നെഗറ്റീവ് വേർഡും പോസിറ്റീവ് സെൻറ്റൻസസിൽ ഉണ്ടാകില്ല. ഫുൾ പോസിറ്റീവ്, നമ്മളെപ്പോലെ. സി, ഷീ ഈസ് റീഡിങ് എ ബുക്ക്. അവളൊരു ബുക്ക് വായിക്കുകയാണ്. അപ്പോൾ ആ ആക്ഷൻ അവിടെ നടക്കുന്ന കാര്യമാണ്. ദേ വെൻറ്റ് ടു ദ പാർക്ക്. അവർ പാർക്കിലേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ അതും അവിടെ നടന്നൊരു കാര്യമാണ്. ഐ ലൈക്ക് ചോക്ലേറ്റ്. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്. അതും ഒരു ട്രൂ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം പോസിറ്റീവ് സെൻറ്റൻസസ് ആണ്. സോ ഐ ആം സേയിങ് ഇറ്റ് അഗൈൻ. ദീസ് സെൻറ്റൻസസ് ടെൽസ് ദാറ്റ് സംതിങ് ഈസ് ഹാപ്പനിങ് ഓർ ട്രൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ നെഗറ്റീവ് സെൻറ്റൻസസ്. അതായത് ദീസ് സെൻറ്റൻസസ് സേ ദാറ്റ് സംതിങ് ഈസ് നോട്ട് ഹാപ്പനിങ് ഓർ നോട്ട് ട്രൂ. ആ കാര്യം അവിടെ നടക്കുന്നില്ല. ഐ ആം നോട്ട് സ്ലീപ്പിംഗ് നൗ. സിമ്പിൾ. ഞാനിപ്പോൾ ഉറങ്ങല്ല അല്ലേ? അപ്പോൾ ദീസ് സെൻറ്റൻസസ് യൂഷ്വലി ഹാവ് വേർഡ്സ് ലൈക്ക് നോ, നോട്ട്, നോർ, നീദർ, നൈദർ, അപ് ടു യു. ഓക്കെ, അപ്പോൾ ഈ സെൻറ്റൻസസിലൊക്കെ നോ അല്ലെങ്കിൽ നോട്ട്, നോർ, നൈദർ, നീദർ ഇത്തരം വേർഡ്സ് ഉണ്ടാകും. എക്സാമ്പിൾ നോക്കിയേ. ഷീ ഈസ് നോട്ട് റീഡിങ് എ ബുക്ക്. ആദ്യം ഞാൻ പറഞ്ഞത് ഷീ ഈസ് റീഡിങ് എ ബുക്ക് എന്നാണ്. ഇപ്പോൾ ഞാൻ അതിലേക്ക് നോട്ട് എന്നുള്ള നെഗറ്റീവ് വേർഡ് ആഡ് ചെയ്ത് അതിനൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി. അപ്പോൾ ഒരു സെൻറ്റൻസിനെ, ഒരു പോസിറ്റീവ് സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കാൻ നോട്ട്, നോ, ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറും കണ്ടീഷനൊക്കെ അനുസരിച്ച് ഇതിലേതെങ്കിലും ഒരു നെഗറ്റീവ് വേർഡ് ആഡ് ചെയ്താൽ മതി.
ഓക്കെ. നീദർ ഓഫ് ദം വാസ് പ്രസൻറ്റ്. അവർ രണ്ടുപേരും വന്നിട്ടില്ല. ഞാൻ വിളിച്ചതാണ്, രണ്ടുപേരും വന്നിട്ടില്ല. അപ്പോൾ നീദർ ഓഫ് ദം വാസ് പ്രസൻറ്റ്, അവർ ഉണ്ടായിരുന്നില്ല. ഐ ഡോണ്ട് ലൈക്ക് ആപ്പിൾസ് നോർ ഓറഞ്ചസ്. അപ്പോൾ ഇവിടെ എന്താ, എനിക്ക് ആപ്പിളും ഇഷ്ടമില്ല ഓറഞ്ചും ഇഷ്ടമില്ല. നോർ ആപ്പിൾസ്. ഈ ഡോണ്ട് എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഡു നോട്ടാണ്. ഡു നോട്ടിൻ്റെ ഷോർട്ട് ഫോം ആണ് ഡോണ്ട്. അപ്പോൾ ഐ ഡു നോട്ട് ലൈക്ക് ആപ്പിൾസ് അല്ലെങ്കിൽ ഐ ഡോണ്ട് ലൈക്ക് ആപ്പിൾസ് നോർ ഓറഞ്ചസ്. കിട്ടിയോ? പോസിറ്റീവിൻ്റെയും നെഗറ്റീവിൻ്റെയും യൂസേജും അവർ എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നതെന്നൊക്കെ കിട്ടിയോ? മതി. ഇനി നമുക്ക് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസസ് നോക്കാം. പേര് പോലെ അത്ര വലിയ ആളൊന്നല്ല, ചോദ്യം അത്രേ ഉള്ളൂ, സിമ്പിൾ. ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്. An interrogative sentence asks a question. ചോദ്യങ്ങൾ ചോദിക്കില്ലേ, അതാണ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്. ഈ ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് തന്നെ ആക്ച്വലി ദർ ആർ 2 types, yes or no questions and WH questions. yes or no questions എന്ന് പറയുമ്പോൾ the answer will be either a yes or a no. WH questions need explanation. നമുക്ക് നോക്കാം. See this example. Do you like ice cream? അപ്പോൾ നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ? ഒന്നെങ്കിൽ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇഷ്ടമല്ല. അതിൽ കൂടുതൽ അവിടെ വലിയ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. യെസ് ഐ ഡു, നോ ഐ ഡോണ്ട്. ഈസ് ഇറ്റ് റെയിനിങ് ഔട്ട് സൈഡ്? ഇപ്പോൾ ഇത് നിങ്ങളിപ്പോൾ ഇത് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ മഴ പെയ്യുന്നുണ്ടോ? സോ യു ക്യാൻ സേ യെസ് ഇറ്റ് ഈസ്, നോ ഇറ്റ്സ് നോട്ട്. കിട്ടിയോ? വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ബുക്ക്? ഇവിടെ യെസ് ഓർ നോ പറയാൻ പറ്റില്ല. ഇവിടെ ഒരു പേര് തന്നെ പറയണം, ഒരു ബുക്കിൻ്റെ പേര് തന്നെ പറയണം. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആസ്ക് ഐ ലൈക്ക് ദ മങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെറാറി, ദാറ്റ്സ് മൈ ഫേവറേറ്റ് ബുക്ക്. യു ക്യാൻ ടെൽ യോർ ഫേവറേറ്റ് ബുക്ക്. അപ്പോൾ ഇതെല്ലാം ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസസ് ഓർ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നിങ്ങൾ നോട്ട് ചെയ്തോ, ഇവരെല്ലാം ക്വസ്റ്റ്യൻ മാർക്കിലാണ് എൻഡ് ചെയ്യുന്നത്. സോ ഇറ്റ് ഓൾവേസ് എൻഡ്സ് വിത്ത് എ ക്വസ്റ്റ്യൻ മാർക്ക്. ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസസ് ഓൾവേസ് എൻഡ്സ് വിത്ത് എ ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ നാളെ ചെന്നിട്ട് ഡു യു ലൈക്ക് ഐസ്ക്രീം എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്കിന് പകരം ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ അത് ക്വസ്റ്റ്യൻ ആകില്ല. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് മുഖ്യം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസസ്. ഇനി ഞാൻ പറഞ്ഞു അല്ലേ, നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും ഉണ്ട്, WH ക്വസ്റ്റ്യൻസും ഉണ്ട്. സോ ലെറ്റ്സ് ഫസ്റ്റ് ലുക്ക് വാട്ട് ഈസ് എ WH ക്വസ്റ്റ്യൻ. WH questions. These questions begins with a WH word like what, where, when, who, why, which, how. ഇത്തരം ക്വസ്റ്റ്യൻ വേർഡ്സ് ഒക്കെ WH ക്വസ്റ്റ്യനിൽ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇത് മറക്കണ്ട. ഇനി എങ്ങനെയാണ് നമ്മളൊരു WH ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു പെർട്ടിക്കുലർ ഓർഡർ ഉണ്ട്. അതായത് ഈ WH വേർഡ്സ് ഉണ്ടല്ലോ ഭയങ്കര ഈഗോയിസ്റ്റിക്കാണ്. അവർക്ക് ആദ്യം തന്നെ വരണം മുൻപന്തിയിൽ, അങ്ങനെയാണ് അവർ. അപ്പോൾ ഇപ്പോൾ ഈ സ്ട്രക്ചർ ശ്രദ്ധിച്ചാൽ ഏറ്റവും ആദ്യം ഞാൻ WH വേർഡാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഹെൽപ്പിംഗ് വെർബ്. ഓഹ്, ഹെൽപ്പിംഗ് വെർബ്. ഇനി അതെന്താ, സിമ്പിളാണ്. നമുക്ക് മെയിൻ വെർബും ഉണ്ട് ഹെൽപ്പിംഗ് വെർബും ഉണ്ട്. മെയിൻ വെർബ് എന്ന് വെച്ചാൽ മെയിൻ ആക്ഷൻ വേർഡാണ് മെയിൻ വെർബ്. ആ മെയിൻ വെർബ് എപ്പോൾ നടന്നു, ഏത് മൂഡിലാണ് നടന്നത്, ഏത് വോയിസിലാണ് അത് നടന്നത്, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാം ഹെൽപ്പിംഗ് വെർബാണ്. ഇപ്പോൾ ഐ ആം ടീച്ചിങ്, ഞാൻ ഇപ്പോൾ പഠിപ്പിക്കുന്നു. അപ്പോൾ ആ ആം എന്നുള്ള വാക്ക് ഒരു ഹെൽപ്പിംഗ് വെർബാണ്. നേരെ മറിച്ച് ഐ വാസ് ടീച്ചിങ് യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ പഠിപ്പിക്കുകയായിരുന്നു. വാസ് എന്നുള്ളത് ഹെൽപ്പിംഗ് വെർബാണ്. ആം ഒരു പ്രസൻറ്റ് ഹെൽപ്പിംഗ് വെർബാണെങ്കിൽ വാസ് അതിൻ്റെ പാസ്റ്റ് ഹെൽപ്പിംഗ് വെർബാണ്. അപ്പോൾ ഇത്തരം ഹെൽപ്പിംഗ് വെർബ് വഴിയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്ത്, ആക്ഷൻസ് എപ്പോൾ നടന്നു. ഓക്കെ, അങ്ങനെ കുറേ ഹെൽപ്പിംഗ് വെർബ് ഉണ്ട് കേട്ടോ. നമുക്ക് ആർ, ഈസ്, വാസ്, വർ, വിൽ, പിന്നെ ക്യാൻ, കുഡ്, മേ, മൈറ്റ്, അങ്ങനെ കുറേ ഹെൽപ്പിംഗ് വെർബ്സ് ഉണ്ട്.
അതിൻ്റെ ഒരു ക്ലാസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പോകാം. ഇപ്പോൾ പറഞ്ഞാൽ എല്ലാം കൂടി അങ്ങ് കൺഫ്യൂഷൻ അടിക്കും. അപ്പോൾ തൽക്കാലം ഇത് ഓർത്ത് വയ്ക്കുക. ആദ്യം നമ്മൾ WH വേർഡിൽ നിന്ന് തുടങ്ങി, അത് കഴിഞ്ഞ് നമ്മൾ ഹെൽപ്പിംഗ് വെർബ് വെച്ചു. ദെൻ കംസ് ദ സബ്ജക്റ്റ്, ദ മെയിൻ സബ്ജക്റ്റ്. സബ്ജക്റ്റ് മീൻസ് ആരാണ് പ്രവൃത്തി ചെയ്യുന്നത്, അതാണ് സബ്ജക്റ്റ്. അതിനുശേഷം മെയിൻ വെർബ്, ആസ് ഐ സെഡ്, ഇപ്പോൾ തന്നെ പറഞ്ഞത് മെയിൻ ആക്ഷൻ. ഓക്കെ, സേ ദിസ് എക്സാമ്പിൾ, വൈ ആർ യു ലേറ്റ്? ഇപ്പോൾ ആരെങ്കിലും ലേറ്റ് ആയിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തോ? അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ഉണ്ടാക്കിയത്. വൈ ആർ യു ലേറ്റ്? അപ്പോൾ ആദ്യം WH വേർഡിൽ നിന്ന് തുടങ്ങി, അത് കഴിഞ്ഞ് ഹെൽപ്പിംഗ് വെർബ് ആർ വെച്ചു. ആറും ഒരു പ്രസൻറ്റ് ഹെൽപ്പിംഗ് വെർബാണ്. അതിനുശേഷം മെയിൻ സബ്ജക്റ്റ് യു, പിന്നെ മെയിൻ വെർബ് ലേറ്റ്, താമസിച്ച്. എന്താ താമസിച്ച്? ലാസ്റ്റ്ലി ദ ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ WH ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ സെൻറ്റൻസ് സ്ട്രക്ചർ ആരും മറക്കണ്ട. WH വേർഡ്, ഹെൽപ്പിംഗ് വെർബ്, സബ്ജക്റ്റ്, മെയിൻ വെർബ്, റെസ്റ്റ് ഓഫ് ദ സെൻറ്റൻസ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണ്? ഇങ്ങനെ. അതായത് ആദ്യം ഹെൽപ്പിംഗ് വെർബിൽ നിന്ന് തുടങ്ങണം. ആമോ, വാസോ, ഈസോ, എന്താണ് സമയം, ഏത് മൂഡാണ്, ഏത് വോയിസ് ആണെന്നൊക്കെ നോക്കി ഹെൽപ്പിംഗ് വെർബ് അപ്രോപ്രിയേറ്റ് ആയിട്ട് വെക്കുക. ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു പ്ലേസ് ദ സബ്ജക്റ്റ്, ദെൻ ദ മെയിൻ വെർബ്, ദെൻ ദ റെസ്റ്റ് ഓഫ് ദ സെൻറ്റൻസ്. സോ these are questions that can be answered with yes or no. For example, is he your friend? I would love to, but you know what I mean. So I can say no, he is not. Yes, he is. Yes, he is. കിട്ടിയോ? അപ്പോൾ ഒന്നെങ്കിൽ no അല്ലെങ്കിൽ yes. If you look at this sentence, is he your friend? അവൻ നിന്റെ ഫ്രണ്ട് ആണോ? Here also it started with the helping verb is, then the main subject he. എപ്പോഴും മെയിൻ വെർബ് വേണമെന്നില്ല. റെസ്റ്റ് ഓഫ് ദ സെൻറ്റൻസ് is also fine. Otherwise, if I say was it raining heavily? Was it raining heavily yesterday? ഇന്നലെ നല്ല മഴയായിരുന്നോ? ആയിരുന്നോ? അപ്പോൾ ഇവിടെയും it started with the helping verb was, then the subject, then the main verb, then the rest of the sentence. കിട്ടിയല്ലോ? അപ്പോൾ ഇതാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ. ദ ആൻസർ വിൽ ബി ഐദർ യെസ് ഓർ നോ. പോവല്ലേ? മൂവ് ഓൺ ചെയ്യല്ലേ? ഓക്കെ, നൗ ക്വസ്റ്റ്യൻസിനൊക്കെ മറന്നേക്ക്, കാരണം നമ്മൾ കുറച്ച് കമാൻഡിങ് ഒക്കെ ചെയ്യാൻ പോവാണ്. കമാൻഡിങ്, റിക്വസ്റ്റിങ്, അതൊക്കെ നോക്കാം. അത്തരം സെൻറ്റൻസസിന്, അതായത് ദ സെൻറ്റൻസ് ദാറ്റ് യൂഷ്വലി എക്സ്പ്രസ്സസ് എ കമാൻഡ്, ആൻ ഓർഡർ ഓർ എ റിക്വസ്റ്റ് ആർ കോൾഡ് ആസ് ഇംപെററ്റീവ് സെൻറ്റൻസസ്. ഇംപെററ്റീവ് സെൻറ്റൻസസ്. ഈ സെൻറ്റൻസിൻ്റെ പേരുകൾ അങ്ങനെ ഓർത്ത് വെച്ചില്ലെങ്കിലും എന്താണ് അതിൽ നടക്കുന്നതെന്ന് എന്തായാലും ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ an imperative sentence is a sentence that expresses a command. Keep quiet. കമാൻഡാണ്. ഓർഡർ, ഇത് കീപ് ക്വൈറ്റിനെ നമുക്ക് ഓർഡർ ആയിട്ടും പറയാം, അല്ലെങ്കിൽ ഗെറ്റ് ഔട്ട്. ഇതൊരു ഓർഡറാണ്. ഞാനൊക്കെ കുറച്ച് കേട്ടിട്ടുണ്ട്, നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. ആൻഡ് റിക്വസ്റ്റ്, മേ ഐ കം ഇൻ. അപ്പോൾ ഇതെല്ലാം ഒരു ഇംപെററ്റീവ് സെൻറ്റൻസ് ആണ്. സി, പ്ലീസ് ക്ലോസ് ദ ഡോർ. ആ ഡോറൊന്ന് അടയ്ക്കൂ. ക്ലോസ് ദ വിൻഡോ ബിഫോർ യു ലീവ്. പോകുന്നതിന് മുമ്പ് ആ ജനലടച്ചോ. ബി ക്വയറ്റ് ഡ്യൂറിങ് ദ മൂവി. അപ്പോൾ ഇതെല്ലാം ഇംപെററ്റീവ് സെൻറ്റൻസ് ആണ്. ആൻഡ് ഇഫ് യു ഒബ്സർവ്, ഈ സെൻറ്റൻസസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒരു വെർബ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് വെർബിൽ നിന്നാണ്. പ്ലീസ്, ക്ലോസ്, ബി, ഇതെല്ലാം ഒരു വേർബ് അല്ലെങ്കിൽ കൈൻഡ് ഓഫ് വേർബാണ്. അപ്പോൾ ഇംപെററ്റീവ് സെൻറ്റൻസസ് എപ്പോഴും വെർബിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഏറ്റവും ആദ്യം നമ്മൾ വെർബ് പ്ലേസ് ചെയ്യണം. സിറ്റ് ഡൗൺ, സ്റ്റാൻഡ് അപ്പ്, ഗോ ഡൗൺ, കം അപ്പ്, ഇതെല്ലാതും വെർബിൽ നിന്നാണ് തുടങ്ങുന്നത്.
അപ്പോൾ അതൊക്കെ ഇമ്പെറേറ്റീവ് സെൻറ്റൻസസ് ആണ്. വാച്ച് ദ വീഡിയോ കെയർഫുള്ളി, ലിസൺ ടു മീ കെയർഫുള്ളി, റൈറ്റ് ഡൗൺ ദ നോട്ട്സ്, ഫോക്കസ് ഓൺ യുവർ സ്റ്റഡീസ്. കിട്ടിയോ? ഇതൊക്കെ ഞാൻ കമാൻഡായിട്ടല്ല പറഞ്ഞത്. അപ്പം അതൊക്കെ ഇമ്പെറേറ്റീവ് സെൻറ്റൻസസ് ആണ്. ഇനി നമുക്ക് ദ ലാസ്റ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. എന്താണ് ഈ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്? നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ പറയില്ലേ, ഐ എം ത്രിൽഡ്, ദിസ് ഈസ് മൈ എൻ്റർടൈൻമെൻറ്റ്. അതൊക്കെ നമ്മൾ കുറച്ച് സ്ട്രോങ് ഇമോഷൻസ് വെച്ച്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ടീം ജയിക്കുമ്പോൾ നമ്മൾ കാണിക്കുന്ന ഒരു ആവേശമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്താ? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് ആണ്. അപ്പോൾ an exclamatory sentence is one which is used to express sudden and strong emotions. സഡൻ ആയിട്ടുള്ള, പെട്ടെന്ന് തന്നെ നമുക്ക് വരുന്ന ഇമോഷൻസ് അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് ഒക്കെ കാണിക്കാൻ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് യൂസ് ചെയ്യും. ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഫ് യു ആർ റൈറ്റിംഗ് ആൻ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് യു മസ്റ്റ് പുട്ട് ആൻ എക്സ്ക്ലമേഷൻ മാർക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി സെൻറ്റൻസ്. എന്നാൽ മാത്രമേ അത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് ആയിരുന്നു എന്ന് വായിക്കുന്നവർക്ക് മനസ്സിലാകും. ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഡിക്ലറേറ്റീവ് ആവും, അല്ലെങ്കിൽ അത് ഇമ്പെറേറ്റീവ് ആകും. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ എക്സ്ക്ലമേഷൻ മാർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സി, വാവ്, ദാറ്റ്സ് അമേസിങ്, കൊള്ളാം, നൈസാ, സൂപ്പറാ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ ഇറ്റ് ഈസ്, ഹൗ ഫാസ്റ്റ് ഹി റൺസ്. ഇതെല്ലാം എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് ആണ്. ഇനി എത്ര പേര് നോട്ടീസ് ചെയ്തു എന്നറിയില്ല, ബ്രില്യൻ്റ് ആയിട്ടുള്ളവർക്കൊക്കെ ഇപ്പോൾ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. ഈ രണ്ട് സെൻറ്റൻസസ് ക്വസ്റ്റ്യൻ വേർഡിൽ നിന്നാണല്ലേ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ച് നമുക്ക് ചോദ്യങ്ങൾ മാത്രമല്ലേ ചോദിക്കാൻ പറ്റുക? അല്ല, ക്വസ്റ്റ്യൻ വേർഡ്സ് നമുക്ക് വേറെ പല കാര്യങ്ങളിലും ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസ് സ്ട്രക്ചർ അനുസരിച്ചിരിക്കും. ഇതേ ക്വസ്റ്റ്യൻ വേർഡ് വാട്ടും ഹൗവും ഉപയോഗിച്ച് നമുക്ക് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസും ഉണ്ടാക്കാൻ പറ്റും. അതായത്, വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ ഇറ്റ് ഈസ്, ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദി ക്വസ്റ്റ്യൻ വേർഡ്, ദെൻ ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ എന്താ? അതൊരു ആഡ്ജക്റ്റീവ് ആണ്. ആഡ്ജക്റ്റീവ്, വാട്ട് ഈസ് ആൻ ആഡ്ജക്റ്റീവ്? വിശേഷിപ്പിച്ച് പറയാം. എന്തെങ്കിലും ഒരു വസ്തുവിനെയോ ഒരു വ്യക്തിനെയോ ഒക്കെ നമ്മൾ വിശേഷിപ്പിച്ച് പറയാൻ, ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ആഡ്ജക്റ്റീവ്. നൈസ് ബോൾ, വൈറ്റ് പെൻ. അപ്പോൾ വൈറ്റ് ഇവിടെ ആഡ്ജക്റ്റീവ് ആണ്, പെന്നാണ് ഇവിടുത്തെ വസ്തു. അതിനെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്തു, എന്ത്? വൈറ്റ് പെൻ. അപ്പോൾ നമ്മൾ ആഡ്ജക്റ്റീവ് വെച്ചു, പിന്നെ റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ് ആൻഡ് എൻഡ്സ് വിത്ത് എ ഫുൾ എക്സ്ക്ലമേഷൻ മാർക്ക്. അപ്പോൾ വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ ഇറ്റ് ഈസ്. ഇവിടെയും ദ സെൻറ്റൻസ് എൻഡഡ് വിത്ത് ദി ഹെൽപ്പിംഗ് വെർബ് ഈസ്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്രോക്ക് ഷീ ഹാസ്. എന്ത് ഭംഗിയുള്ള ഉടുപ്പാവളുടെ, പറഞ്ഞിട്ടുണ്ടാവും. അപ്പോഴും ഇറ്റ് എൻഡ്സ് വിത്ത് എ ഹെൽപ്പിംഗ് വെർബ്. ഇനി the third one, how fast he runs. എന്ത് വേഗത്തിലാണ് ഓടുന്നത്, നോക്കി. ഇവിടെ here fast is the adverb. Now what is an adverb? Adverb simply like add verb. നമ്മൾ നൗൺസിനെ വിശേഷിപ്പിക്കാൻ ആഡ്ജക്റ്റീവ് എടുത്തെങ്കിൽ ആക്ഷൻസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ ആഡ്വർബ് എടുത്തു. ആഡ്വർബ് ഉപയോഗിച്ച് നമുക്ക് അഡ്ജക്റ്റീവിനെയും ആഡ്വർബിനെയും ഒക്കെ വിശേഷിപ്പിക്കാം. അത് പോടെ നിൽക്കട്ടെ. തൽക്കാലം ഇത് ഓർത്ത് വയ്ക്കുക, ആഡിങ് ടു എ വെർബ്. വെർബിനെ നമ്മളൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണെങ്കിൽ ആഡ്വർബ് ഉപയോഗിക്കാം. ഹീ റൈറ്റ്സ് സ്ലോലി, അവൻ ഭയങ്കര പതുക്കെ എഴുതുന്നത്. ഷീ ഡാൻസസ് ഗ്രേസ്ഫുള്ളി. ഓർ പിന്നെ നമുക്ക് എന്തൊക്കെയാണ് പറയാൻ പറ്റുക? ഹൗ ഫാസ്റ്റ് ഹി റൺസിൽ, അതും കൂടി ഞാൻ പറയട്ടെ. ഈ ഫാസ്റ്റ്ലി എന്ന് പറയാറുണ്ടെങ്കിൽ ഈ ക്ലാസ് കഴിയണോടുകൂടി അത് നിർത്തിക്കും. ഫാസ്റ്റ്ലി എന്നുള്ള സംഭവമൊന്നുമില്ല, ഫാസ്റ്റ്. അപ്പോൾ ഹിയർ ഫാസ്റ്റ് ഈസ് ആൻ ആഡ്വർബ്. റൺസ് എന്ന് പറയുന്ന വെർബിനെ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ് ഫാസ്റ്റ്. അവൻ എങ്ങനെ ഓടിയ? ഫാസ്റ്റായിട്ട്. അപ്പോൾ ഇവിടെ ഫാസ്റ്റ് ഒരു ആഡ്വർബാണ്, ഫാസ്റ്റ്ലി ഒന്നുമില്ല. ഓക്കെ, so that is an exclamatory sentence.
We can make the exclamatory sentence using question words like what and how. The rule is, if you are starting the exclamatory sentence with what, you have to place adjective. If you are starting the exclamatory sentence with how, you can either use the adjective or the adverb. Depends upon the context. Always remember to end this sentence with the exclamation mark. കിട്ടിയല്ലോ? ഇത്രയും ഓക്കെ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഒരു ചെറിയ ആളെ കൂടി പരിചയപ്പെടുത്തി തരാം. വാവ്, ദാറ്റ്സ് അമേസിങ്. ഇവിടെ വാവ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്. അതുപോലെ നമുക്ക് ആ, ഓ, യേ, ഇതെല്ലാം നമുക്ക് സ്ട്രോങ് ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന സിംഗിൾ വേർഡുകളാണ്. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദി പാർട്സ് ഓഫ് സ്പീച്ച്. ഇൻ്റർജെക്ഷൻ ലാസ്റ്റ് നമ്മുടെ 8 പാർട്സ് ഓഫ് സ്പീച്ചിൽ ലാസ്റ്റായിട്ട് നമ്മൾ പറയുന്നതാണ് ഇൻ്റർജെക്ഷൻ. അപ്പോൾ ഇൻ്റർജെക്ഷൻസ് ആണ് ഇവരെല്ലാം. വാവ്, യേ, ഹുറേ, ഹേയ്, യേയ്, ഇതൊക്കെ. അപ്പോൾ ഇതും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിൽ വെച്ചാൽ കുറച്ചും കൂടി ഒന്ന് എക്സ്പ്രസീവ് ആയിരിക്കും. കിട്ടിയല്ലോ? അപ്പോൾ അതാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. നമ്മൾ 4 ടൈപ്പ് സെൻറ്റൻസസ് പഠിച്ചു. അപ്പോൾ ഇതാണ്. ഇനിയും കുറേ ടൈപ്സ് സെൻറ്റൻസസ് ഉണ്ട്. ആസ് ഐ സെഡ് ഇൻ ദ ബിഗിനിങ്, നമുക്ക് ആദ്യം ബേസിക്കിൽ നിന്ന് പോകാം. ആദ്യം നമുക്ക് തറ കെട്ടാം, എന്നിട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊരു കൊട്ടാരമൊക്കെ പണിയാം. നമ്മൾ ഇനിയും കാണും. അപ്പോൾ ഈ സെൻറ്റൻസസിനൊക്കെ ഇനി ഹൗ ടു ടെൽ ദം എപ്പാർട്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇവരെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക? ഡിക്ലറേറ്റീവ് സെൻറ്റൻസസ് എൻഡ്സ് വിത്ത് എ പീരിയഡ് ഓർ ഫുൾ സ്റ്റോപ്പ്. ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് എൻഡ്സ് വിത്ത് ദി ക്വസ്റ്റ്യൻ മാർക്ക്, ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ. Imperative sentence can end with a period or an exclamatory mark. For example, shut up. ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് പറയുമെങ്കിൽ എക്സ്ക്ലമേറ്ററി മാർക്ക് ഇടാം, കുഴപ്പമൊന്നുമില്ല. അല്ല, ഇതിന് പകരം ഇപ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടാലും പ്രശ്നമില്ല. ഇനി എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് എൻഡ്സ് വിത്ത് എക്സ്ക്ലമേഷൻ മാർക്ക്. വേറെ ആരും വേണ്ട, ഞാനും എൻ്റെ ടീമും. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് എക്സ്ക്ലമേഷൻ മാർക്ക്. കിട്ടിയല്ലോ? അപ്പോൾ ഇത്രയാണ് ഇന്ന് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. പക്ഷേ തൽക്കാലം ഞാൻ അങ്ങനെ വിടുന്നില്ല. കാരണം നൗ യു ഹാവ് ടു തിങ്ക് ആൻഡ് യു ഹാവ് ടു ഗെസ് ഇൻ യുവർ മൈൻഡ് വാട്ട് ദീസ് സെൻറ്റൻസസ് ആർ. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് വൺ. ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് മൈ ഹോം വർക്ക്? ഇത് എന്ത് ടൈപ്പ് സെൻറ്റൻസ് ആണ്? ഞാനൊരു 5 സെക്കൻഡ് ആലോചിക്കാൻ തരാം. ഡോണ്ട് ചീറ്റ്. എനിക്കറിയാം എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞു. സോ ഇത് എന്ത് സെൻറ്റൻസാ? ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്. ഐ ലവ് ഐസ്ക്രീം. ഇതെന്ത് സെൻറ്റൻസാ? ഇഫ് യു ഹാവ് എനി കൺഫ്യൂഷൻ, ലുക്ക് അറ്റ് ദി പങ്ക്ച്വേഷൻ മാർക്ക്. അതാണ് ഹിൻറ്റ്. ഐ ലവ് ഐസ്ക്രീം. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. വിസിറ്റോ, അതെന്ത് ടൈപ്പ് സെൻറ്റൻസാ? ഇംപെരറ്റീവ് സെൻറ്റൻസ്. ഇതൊരു റിക്വസ്റ്റാണ്. ദ ലാസ്റ്റ് വൺ, ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. ബുക്ക് ടേബിളിൻ്റെ മുകളിലുണ്ട്. ഇതെന്ത് ടൈപ്പ് സെൻറ്റൻസാ? ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയ ആക്ടിവിറ്റി കൂടി, അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മൊത്തത്തിലൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഈ പാരഗ്രാഫിൽ കുറച്ച് എററുണ്ട്, അതൊന്ന് ഫൈൻഡ് ചെയ്യാമോ? I'll give you 15 seconds to go through. ഞാനും നോക്കാം, നിങ്ങളും നോക്ക്. Let's do it as a team. The sun is shining brightly. We are going to the beach later. What time are we leaving? Bring your sunscreen. It's going to be a great day, don't you think? I can't wait to swim in the ocean. എവിടെയോ എന്തോ തകരാറുണ്ടല്ലോ. കിട്ടിയോ? എന്തൊക്കെയാണ് മിസ്റ്റേക്സ് എന്ന് കിട്ടിയോ? അതായത് ദ സൺ ഈസ് ഷൈനിങ് ബ്രൈറ്റ്ലി. ഇവിടെ എന്തിനാ ഒരാൾ ചുമ്മാ ഇടയിൽ കയറി വന്നിരിക്കുന്നത്? അവിടെ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ആവശ്യമുണ്ടോ? ഇതൊരു ക്വസ്റ്റ്യൻ ആണോ? ഇതൊരു WH വേർഡിൽ നിന്ന് തുടങ്ങുന്നുണ്ടോ? ഇല്ല. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ? അല്ല. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് മതി. ഇനി ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഏതൊരു പങ്ക്ച്വേഷൻ മാർക്ക് കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് ലെറ്റർ
ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അപ്പോൾ ഫുൾ സ്റ്റോപ്പ് ആൻഡ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ബി W ഹാസ് ടു ബി ഇൻ ദി ക്യാപിറ്റൽ ഫോം. ഇനി വി ആർ ഗോയിങ് ടു ദ ബീച്ച് ലേറ്റർ. ഒരു മിസ്സിംഗ് ഉണ്ട്. എന്താ? നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ബീച്ചിൽ പോകും. അതൊരു സെൻറ്റൻസ് ആണ്, ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് ആകാം. വീണ്ടും ക്യാപിറ്റൽ ലെറ്ററിൽ നിന്ന് W എഴുതി. വാട്ട് ടൈം ആർ വി ലീവിങ്? നമ്മൾ എപ്പോഴാണ് പോണേ? അപ്പോൾ അതൊരു ചോദ്യമല്ലേ? ചോദ്യമാണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് വേണം, വേറെ വർത്താനമില്ല. ബ്രിങ് യുവർ സൺസ്ക്രീൻ. അതിൽ എററൊന്നുമില്ല, മറക്കണ്ട. ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഗ്രേറ്റ് ഡേ. ഡോണ്ട് യു തിങ്ക്? നല്ലൊരു ദിവസമായിരിക്കും അല്ലേ? നിനക്കെന്താ തോന്നുന്നത്? ആയിരിക്കുമോ? അപ്പോൾ ഇതും ഒരു ചോദ്യമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ മതി, ഫുൾ സ്റ്റോപ്പ് ഇടണ്ട. ഐ കാൺട്ട് വെയിറ്റ് ടു സ്വിം ഇൻ ദി ഓഷ്യൻ. എനിക്ക് കടലിൽ നീന്താൻ വയ്യ, എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. അവിടെയും ചോദ്യമൊന്നുമില്ല, അതൊരു ജസ്റ്റ് ഒരു സെൻറ്റൻസ് ആണ്. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാണ്. അപ്പോൾ ദിസ് ഈസ് ദി കറക്റ്റ് ഫോം. The sun is shining brightly. We are going to the beach later. What time are we leaving? Bring your sunscreen. It's going to be a great day. Don't you think? I can't wait to swim in the ocean. I hope all of my students have got this correctly. ഇവിടെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കോമെൻറ്റിൽ ചോദിക്കാം, നമുക്കത് ക്ലിയർ ചെയ്യാം. So now let me take this moment to revise. Declarative sentence. Declarative sentence makes a statement. Interrogative sentence asks a question and it ends with the question mark. Imperative sentence shows a command or a request. It can either end with a full stop or an exclamation mark. The last one, exclamatory sentences, shows the strong emotion. I'm so excited. It ends with the exclamation mark. അപ്പോൾ ഇതാണ് ഇന്ന് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ? ഇഷ്ടപ്പെട്ടോ? എന്നാൽ ഇതുപോലെ തന്നെ നമുക്ക് വേറെയും കുറേ ടോപ്പിക്സ് നേരിട്ട് പഠിക്കാൻ പറ്റും. അതെങ്ങനെയാ? സൈലത്തിൽ ഇപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സസ് റണ്ണിങ് ആണ്. അപ്പോൾ വേഗം വന്ന് ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് നിങ്ങളുടെ ഇംഗ്ലീഷ് എല്ലാം നല്ല സെറ്റാക്കി അടിപൊളിയാക്കി തരാം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഞാൻ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ ലിങ്കാണ്. ക്ലിക്ക് ചെയ്യുക, ഫില്ല് ചെയ്യുക, ജോയിൻ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ കാണാം. താങ്ക് യു.